കുട്ടികളാണ് ഇവിടെയുള്ളത്. സ്വാഭാവികമായും ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യലായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അവരുടെ അഭിനയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഫെമിനിസ്റ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചോ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഇതൊക്കെ മാറ്റി വെച്ച് ഒരു നൃത്തം മാത്രമുള്ള ഒരു സംഘർഷമാക്കി മാറ്റുകയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന അനീതിയാകും എന്നുള്ളതുകൊണ്ട് നൃത്തത്തിൽ നിന്ന് തുടങ്ങാം. പിന്നീട് നമുക്ക് പല സംഭാഷണങ്ങളിലേക്ക് മാറാം. എന്നോട് ഇല്ലാന്നോ അതോ ഈ കഴിഞ്ഞ സെഞ്ചുറീസ് ആയിട്ടുള്ള അതിൻ്റെ ഇവോൾവിങ് നേച്ചറിനൊന്നും ചെറുതായി കാണുമൊന്നുമല്ല. എനിക്ക് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഐ തിങ്ക് നമ്മുടെ എന്താ പറയുക, ഞാനെപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ പാരൻസ് തന്നെ കുറച്ച് നേരത്തേക്കെങ്കിലും എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാമെന്നുള്ള രീതിയിൽ ഡാൻസ് പഠിപ്പിച്ച് തുടങ്ങിയതായിരിക്കണം. ഈ എനർജി എന്തെങ്കിലുമൊക്കെ കൊണ്ട് കളയണ്ടേ, അപ്പോൾ അങ്ങനെ തുടങ്ങിയതായിരിക്കണം. പക്ഷേ സോ ഐ ഹാവ് ലേൺ ഭരതനാട്യം, മോഹിനിയാട്ടം, ഞാൻ രണ്ടും അരങ്ങേറിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തത്. ഐ ഡിഡ് മൈ ജേർണലിസം BA ഫ്രം ദെയർ. അവിടെ ആസ് പാർട്ട് ഓഫ് മൈ കൾച്ചറൽ ടീം I met Mayuri Upadhyay. She's the founder and artistic director of an Indian contemporary dance company called Nritya in Bangalore. അപ്പോൾ അവരെ മീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഡാൻസ് കരിയറിൽ ഒരു വഴിത്തിരിവെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈസ് മീറ്റിംഗ്. I actually dreamt of her yesterday night because I knew that, you know, I've been thinking of all of that ഇന്നലെ മുഴുവൻ. അപ്പോൾ after she choreographed our piece, we got first. I still remember, and we toured. Bangalore normally inter-college festivals nokka പോകുമ്പോൾ നല്ല പ്രൈസ് മണി like 10,000 and so I remember എൻ്റെ ഒരു 16 to 17 years തൊട്ടിട്ട് I haven't had ഞാൻ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി ഒന്നും ചോദിക്കാറില്ല. Like I kind of started living with art at that time because of that. And I remember Mayuri choreographed ചെയ്തത് ഞങ്ങളുടെ theme was death, and it was about life and afterlife in a very contemporary setting where ഞാൻ അന്ന് വരെ പഠിച്ച ഒരു ബോഡി ഡാൻസ് ഗ്രാമർ യൂസ് ചെയ്യാതെയായിരുന്നു ഞങ്ങൾ ആ ഒരു കോൺസെപ്റ്റിനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്. ഇറ്റ് വാസ് സോ ന്യൂ ഫോർ മീ ആൻഡ് I was hooked. You know, I was like, okay, this is what I was looking for. You know, and after she finished my choreography and she was leaving, I was in second year degree as a major. But Mayuri called me aside and said, if you want to take dance as a career at any point in your life, pick up the phone and call me. And I didn't take it very seriously. And the family, artist there's nobody who's taken art as a profession because out of question എനിക്ക് ഉറപ്പാണ് ഇത് ഞാൻ വീട്ടിൽ പോയി പറയാതെ ഞാൻ ആലോചിക്കുന്ന പോലുമില്ല ആ സമയത്ത്. പിന്നെ ഞാൻ ഡിഗ്രി ഫിനിഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് they sent me for MBA training people. My parents actually did that. അപ്പോൾ ഇത് രാവിലെ എന്തോ 7 മണിക്ക് എന്തോ ക്ലാസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിനായിരുന്നു. സെക്കൻഡ് ഡേ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഞാനില്ല ശരിയാവില്ല. And I remembered that, you know, I clearly remembered. And I called my friend first and I said, I'm calling Mayuri. I think I know. എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മയൂരിനെ വിളിക്കുന്നത്. And വീട്ടിൽ പറഞ്ഞു, my parents were like, നടക്കൂല, ഈ വീട്ടിൽ നിന്ന് നടക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം സമയം തരണം, വേറെ വീട്ടിൽ അന്വേഷിക്കാനുള്ള സമയം തരണം പറഞ്ഞു. But my parents were very, very sure that ഇത്രയും പണിയൊന്നും എടുക്കൂല. കാരണം ഞങ്ങൾ HSR ലേഔട്ടിലാണ് താമസിക്കണം. 2 ബസ് പിടിച്ച് മലേഷ്യത്താണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. അപ്പൊ രാവിലെ ഒരു 6:30 ഇറങ്ങണം. ഞാൻ 8:30 ഞങ്ങളുടെ റിഹേഴ്സൽസ് തുടങ്ങണമെങ്കിൽ അവിടെ എത്തി നമ്മൾ തന്നെ സ്റ്റുഡിയോ അടിച്ചു വാരി നമ്മൾ എവറി ഡേ 2 hours of body conditioning. അതിപ്പോൾ കളരി ആവാം, ചാവ് ആവാം, animal movement ആവാം, and proper strength training ആവാം. അത് കഴിഞ്ഞ് almost 4 hours of dancing every day and then 2 hours of office work ആവാം, where I used to handle PR for the company. ഞങ്ങൾ 6 പേരാണ് ഒരു കമ്പനി റൺ ചെയ്യുന്നത്. I think it is the most beautiful time of my life
where I learned everything that ഇന്നും ഞാൻ എനിക്ക് തോന്നുന്നു ആ നൃത്തനത്തെ ശ്യാം സർ ആണ് എൻ്റെ ഗുരു സ്ഥാനത്ത് ഞാൻ കാണുന്ന ഞാനിന്ന് പാലിക്കാൻ ശ്രമിക്കുന്ന എല്ലാം ഞാൻ പിക്കപ്പ് ചെയ്തിട്ടുള്ള ആ സമയത്ത് നിന്നാണ്. ആൻഡ് അവിടെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ച ഫ്രീഡം ഉണ്ടല്ലോ അനുഭവം. ലൈക്ക് ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ അതായത് ബോഡി എന്ന് പറയുന്നതിന് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ലിബറേറ്റ് ചെയ്യാം. ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഡാൻസ് കളിച്ചിട്ട് എന്തെങ്കിലും ഡ്രസ്സ് മാറുമായിരിക്കും, പക്ഷെ ഈ ബസ്സിൽ തിരിച്ചു പോകണല്ലോ. അപ്പൊ യു ആർ സ്റ്റിക്കിംഗ് ഇൻ യുവർ ഓൺ ഡാൻസ് സ്വെറ്റ്. പക്ഷേ യു ഓൺ ഇറ്റ്, ഇറ്റ്സ് യുവർ സ്വെറ്റ്. ലൈക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡാൻസ് കളിച്ചതിന്റെ ആ ഒരു എന്താ പറയാ, ആ ലിബറേഷനോ സന്തോഷമോ അത് ഞാൻ പിക്കപ്പ് ചെയ്തിട്ട് ആ ഫ്ലോറിന്നാണ്. അതെനിക്ക് അവർ തന്നിട്ടുള്ളതാണ്. അത് ഞാൻ ഐ ഓൾവേസ് ഇപ്പോഴും ഞാൻ എന്തെങ്കിലും എനിക്ക് when I achieve I call Mayuri, I really feel she has given that for me. അപ്പം ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, ഇന്ത്യൻ ഡാൻസ് ഫോംസ് റിമ പരിശീലിച്ചിട്ടുണ്ട്, ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ചെറിയ പ്രായത്തിലാണോ ബിഫോർ യു ഗോട്ട് ദിസ് റിയലൈസേഷൻ ദാറ്റ് ദിസ് ഇസ് വാട്ട് യു വോണ്ട് എന്നുള്ളതാണ്? അത് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു യാത്രയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? 100%. So that is why I also call ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു സ്റ്റൈൽ എന്താണെന്ന് പറയുമ്പോൾ it can't be just contemporary, it has to be Indian contemporary. കാരണം നമ്മുടെ ബോഡിയിലുള്ള I think it's part of our genetic code. ഇതിങ്ങനെ ജനറേഷൻസ് ആയി നമ്മൾക്ക് കൈവന്നിട്ടുള്ള പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഉള്ളിലുള്ള ആ താളം ഒരിക്കലും മാറില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് ക്ലാസിക്കൽ ഡാൻസിനേക്കാളും എൻ്റെ ഫോക്ക് താളങ്ങളാണ്, അതിന് തുള്ള എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഡാൻസ്. എൻ്റെ ഫസ്റ്റ് ഡാൻസ് അതാണ്. അപ്പൊ ആ ബീറ്റ് തരുന്ന ഊർജവും അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സും വേറെ ഒന്നിനും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതില്ലാതെ ഇതില്ല 100%. So it's Indian contemporary for me in every single way. I thought I would talk about this later on, പക്ഷെ നെയ്ത്ത് ചെയ്യുമ്പോൾ തന്നെ എല്ലാം നെയ്ത്തുകാരുടെ താളത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവരുടെ താളമാണ് നമ്മുടെ മ്യൂസിക്, അവരുടെ താളമായിരുന്നു ഞങ്ങളുടെ ബേസ്. അപ്പൊ ഞങ്ങളുടെ ഈ നെയ്ത്തിന്റെ പ്രോസസ്സിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ യാണിൽ നിന്ന് പശ ചവിട്ടി കളയുന്നതാണ്. ആ താളമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചവിട്ട് ശരിക്കും ക്ലാസിക്കൽ ഡാൻസിലോ അല്ലെങ്കിൽ ഫോക്കിൽ ഉണ്ടാവുന്ന താളം തന്നെയാണ് അവരുടെ ആ മൂവ്മെന്റിൽ നിന്നുള്ള താളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്ത് നമ്മൾ ഏത് കണ്ടംപററി സ്പേസിൽ കൊണ്ട് വെച്ചാലും നമ്മുടെയാണ്. ഇതില്ലാതെ ഞാൻ ചെയ്യുന്ന ഒന്നുമില്ല. ഞാൻ ഇവിടെ ഉള്ള ആളാണല്ലോ, നമുക്ക് എന്റെ അവിടെയും പോവില്ല. ഇപ്പൊ നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളാണ്. അങ്ങോളം സുലഭമായി നമുക്കൊക്കെ സ്വപ്നങ്ങൾ കാണാം. അതിലേക്കുള്ള യാത്ര എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമായിരിക്കും പുതിയ തലമുറയ്ക്കാണെങ്കിലും പലപ്പോഴും കൺഫ്യൂഷൻ. യുവർ സെൽഫ് മെയ്ഡ് വുമൺ, അതായത് ഈ ഡാൻസർ എന്നുള്ള ഒരു കുടുംബത്തിൽ ഒരു പക്ഷേ ആരും ഉണ്ടായി കാണില്ല, ആക്ടർ ആരും ഉണ്ടായി കാണില്ല. ആ മാതാപിതാക്കൾക്ക് സംശയം എനിക്ക് തന്നെ അത് ഞാൻ ചെയ്യുന്നു, അവർക്ക് മുന്നിൽ ചെയ്ത് കാണിക്കുന്നു, ലോകത്തിന് മുന്നിൽ കാണിക്കുന്നു, നിങ്ങളെ ലോകം സ്വീകരിക്കുന്നു. ഈ ഒരു യാത്രയുണ്ടല്ലോ ഒരു സ്വപ്നത്തിൽ നിന്ന് തുടങ്ങുന്നത്. അത്തരം സ്വപ്നങ്ങളുള്ള ഒരുപാട് പേരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരും ഞാനും ഒക്കെ. അപ്പോൾ വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ചുവട് വെച്ച് കയറാമെന്നുള്ളതിന്. എന്താണ് ഇത്തരം സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്ന പുതുതലമുറയോട് ഇപ്പോൾ പറയാനുള്ളത്? ആ ഒരു ജേർണി കഠിനമായിരിക്കും എങ്കിലും സാധ്യമാണ് എന്നുള്ള ഒരു ഡ്രീം, അത് അവരുടെ ഒരു സ്പാർക്ക് അവരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് വരേണ്ടത്? എനിക്ക് പറയാനുള്ളത് കട്ട പണിയാണെന്നുള്ളതാണ്. അതിനൊരു കുറവ് നിങ്ങൾ വിചാരിക്കേണ്ട. It is a lot of work at the moment because you're paving your own way. ഇപ്പോൾ ഓൾറെഡി തെളിച്ച വഴി കൂടെ പോകാനാണെങ്കിൽ ഡെഫിനറ്റ്ലി എളുപ്പമാണല്ലോ. ആ വഴി നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് അറിയുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെ കേൾക്കാനിരിക്കുന്നതെന്നും എനിക്ക് അറിയാം. പക്ഷെ ഇനിയിപ്പോ ഇത് സാധ്യമാവും. സക്സസ് എന്നുള്ളത് ഭയങ്കര റിലേറ്റീവ് ടേമാണ്.
പക്ഷെ ഐ പ്രോമിസ് യു, യു വിൽ ഫീൽ അലൈവ്. യു വിൽ ഫീൽ അലൈവ്. അതിന് you will be in the midst of chaos, of creativity, and I'm telling you, go for it. I love it. It is tough. It has been very tough. There have been times when I have fallen down. I've been depressed. പക്ഷേ ഇങ്ങനത്തെ ഒരു പാത്ത് എടുക്കുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനുഷ്യരെ കിട്ടും എന്നുള്ളത് കൂടിയാണ്. യു വിൽ ഫൈൻഡ് യുവർ പീപ്പിൾ. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് അബൌട്ട് ദിസ് അനുപമ. ഞാൻ എൻ്റെ കൂടെ 12 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആ സെയിം ടീമാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ നെയ്ത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഐ ഹാഡ് ടു ക്ലോസ് ഡൗൺ മൈ സ്റ്റുഡിയോ ഡ്യൂറിങ് കോവിഡ് ടൈംസ്. I had a 2,500 square feet huge studio in Kalus, behind Kalus Stadium. And the dream we had to close that down. പക്ഷേ അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് ഞങ്ങളെല്ലാം ആദ്യം ജോലിയില്ല, എന്റർടൈൻമെന്റ് ആയിട്ട് ഫസ്റ്റ് ഹിറ്റ് ആയത്. എല്ലാവരും എന്ത് ചെയ്യണം അറിയാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈനിൽ എല്ലാവരും മീറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് നെയ്ത്ത്. നെയ്ത്ത് ചെയ്യുമ്പോഴും I was going through one of my worst phases in my life. ഇവരാണ് കൂടെ നിൽക്കുന്നത്. ആൻഡ് എനിക്ക് ഈ പറയുന്ന പോലെ അത്യാവശ്യം നല്ല ഇമ്പോസ്റ്റർ സിൻഡ്രോം ഉള്ള ആളാണ്. അപ്പൊ ഇത് പോരാ, ഇത് ഇനിയും എന്തോ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ ടീമാണ് പറയുന്നത്, ചേച്ചി ഇനി സ്റ്റേജിൽ എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കൊണ്ട് നിർത്തുന്നത് അവരാണ്. ആ സമയത്ത് പലസ്തീൻ വാർ had started and it was going in full swing. And we were all confused. നമ്മൾ ഈ സമയത്ത് ഡാൻസ് ആണോ ചെയ്യേണ്ടത്, ഇതാണോ പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം നമ്മുടെ ടീമാണ് കൂടെ നിന്ന് നമ്മളെ പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. ആ സംഭവം ഉണ്ടല്ലോ, ദാറ്റ് when you are people think you are alone when you are on a path like this. I want to tell you, ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാത്രത്തോടെ പോകുമ്പോഴാണ് നമ്മുടെ ഏറ്റവും നല്ല മനുഷ്യരെ നമ്മൾ കാണുന്നത്. ഏറ്റവും നമ്മുടെ കൂടെ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. I'm so grateful for that. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സക്സസ് എന്നുള്ളത് വളരെ റിലേറ്റീവായ ആപേക്ഷിതമായ ഒരു പദമാണെന്നുള്ളത്. അതേസമയം സന്തോഷം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു യൂഫോറിയ എന്നുള്ളതൊക്കെ നമുക്ക് കാക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും എഴുത്തുകാരുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ആവിഷ്കാര ജോലി നടത്തുന്നവരുടെ കാര്യത്തിലാണെങ്കിലും കേട്ടിട്ടുണ്ട് ഒരു അനന്തതയുടെയും ഒരു അജ്ഞാത ദുഃഖത്തിൻ്റെയും അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിൻ്റെയും ഒക്കെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ആവിഷ്കാരങ്ങളോ കൃതികളോ ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ഇപ്പോൾ രമയുടെ കാര്യത്തിലാണെങ്കിലും ഇതുവരെ ചെയ്തു വെച്ച ഇപ്പോൾ ഒരു പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു പലസ്തീനിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ യുക്രൈനിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് കുട്ടികളും സ്ത്രീകളും മരിക്കുമ്പോൾ ഞാനിവിടെ ഡാൻസാണോ ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ ഒരു കലാകാരിക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അവരുടെ ഡാൻസിലൂടെ അതിന് പോലും പ്രതിരോധം സൃഷ്ടിക്കുന്നത് ആ ഒരു എംപതിയിലൂടെ കൂടിയായിരിക്കും ഒരു പക്ഷേ റിനെ പോലെയുള്ളവരുടെ ഒരു ക്രിയേറ്റീവായ ഒരു ജേർണി സാധ്യമാകുന്നത്. അപ്പോൾ നെയ്ത്താണെങ്കിലും നെയ്ത്തും റിമയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു പ്രൊഡക്ഷനാണ്. ഞാൻ ഓഡിയൻസിന്റെ നിങ്ങൾക്ക് അറിയുമായിരിക്കുമെങ്കിലും അറിയാത്തവർക്കായി പറയുകയാണ്. 2018 കേരളത്തിൽ ഉലച്ച പ്രളയത്തിൽ ജീവനോപാധിയും ഒക്കെ ഒരുപാട് പേർക്ക് നഷ്ടമായപ്പോൾ ചേന്നമംഗലത്തെ നെയ്ത്തുകാർക്ക് അവരുടെ എല്ലാം നഷ്ടമായി. അപ്പോൾ അവിടങ്ങളിൽ റിമ ആ സമയത്ത് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് നെയ്ത്ത് എന്ന ഒരു വലിയ പ്രൊഡക്ഷനിലേക്ക് അവരെ ഇൻസ്പയർ ചെയ്തതും അവരത് ചെയ്തതും. കഴിഞ്ഞ 2 വർഷങ്ങളായി വളരെ സക്സസ്ഫുള്ളായി നെയ്ത്തിന്റെ ടൂർ റിമ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലായി. ആ നെയ്ത്തിന്റെ ജേർണി, ആ നെയ്ത്തിന്റെ താളത്തിലൂടെ റിമ കണ്ടെത്തിയ ഒരു നൃത്താവിഷ്കാരം കുറച്ചു നേരത്തെ പറഞ്ഞു സൂചിപ്പിച്ചു. പക്ഷെ അതിലൂടെ നിങ്ങൾ ഇൻവെന്റ് ചെയ്തത് എന്താണ്? ഹൗ ഡിഡ് യു റീഇൻവെന്റ് യുവർസെൽഫ്? Like I said, no, എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ എന്താണ് എൻ്റെ ആർട്ടിലൂടെ പറയേണ്ടത് എന്നുള്ളത് was a very daunting question for me for the longest time. Because ഈ പറയുന്ന പോലെ മയൂരി ഇങ്ങനെ തുറന്നു തന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മൾ സിനിമ
ചെന്നൈയിലൊക്കെ പോകുന്നതും ലൈക്ക് യു ഗോട്ട് ബിസി ദേർ ഐ ഫീൽ വെരി വെരി എന്താ പറയുക ഗിൽറ്റി ദാറ്റ് ഐ ഡിഡ്ന്റ് പ്രാക്ടീസ് മൈ ഡാൻസ് ആ ആർട്ട് ഒരുപാട് കാലത്തേക്ക് എനിക്ക് ആഗ്രഹിച്ച രീതിയിൽ കാരണം ഞാൻ ഐ വാസ് ഡാൻസിങ് കണ്ടിന്യൂസ്ലി, പക്ഷെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനൊരു സ്പേസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ബട്ട് വെൻ സോ ആ ഗിൽറ്റ് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണ് ഇത് നമ്മൾ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയായിരുന്നു എൻ്റെ മുന്നിൽ. ആ സമയത്താണ് ശരിക്കും ഈ ഫ്ലഡ്സിൻ്റെ സമയത്ത് നമ്മൾ വളരെ അടുത്ത് നിന്ന് ചേന്നമംഗലത്തെ വീവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മൾ. ആൻഡ് I was astonished. I was so surprised by what happens. എല്ലാവരും ഒരു ബീവിംഗ് സൊസൈറ്റി അവിടെ പോയി കാണണമെന്ന് പറയുന്നത് ഹാൻഡ്ലൂം എന്ന് പറയുന്ന ഈ ഒരു ജേർണി ഒരു നൂലിൽ നിന്ന് ഒരു തുണിയാവുന്നതിൻ്റെ ഇടയിലുള്ള ലേബർ, ഒരു റെപ്പിറ്റേറ്റീവ് മോണോട്ടണസ് ആയിട്ടുള്ള ലേബർ, അതിൻ്റെ താളം, അതിൻ്റെ മ്യൂസിക്. നമ്മൾ ഈ ബീവിംഗ് സൊസൈറ്റി ഒരു ചെറിയൊരു കൂടിയാണ്, വെന്റിലേഷനൊക്കെ വളരെ കുറവുള്ള, അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. They are all working towards changing their working conditions at the moment when we are talking. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ മുറിയിനകത്ത് ഓൾമോസ്റ്റ് ഒരു 20 യാങ്സ് ഉണ്ട്. അതിൽ 20 സ്ത്രീകളും. എനിക്ക് തോന്നുന്നു അവരൊക്കെ എന്തായാലും ഒരു 10-15 വർഷമായിട്ട് ഇതെല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ജോലിയാണ്. Monotonous, repetitive, and it's like second nature. ഇവരുടെ കുട്ടിയുടെ കാര്യം പറയുന്നു, അമ്മായി കേട്ടിയ പ്രശ്നം പറയുന്നു, എല്ലാ സംസാരവും മറ്റേ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് they are going through their craft, which I don't even think they know that there's such great crafts people, women. അവരതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല അവർ ചെയ്യുന്ന കലയെത്രത്തോളം എന്ത് ക്രിയേഷൻസ് ആണ് അവരെ ഡേ ടു ഡേ ലീവ് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ എന്നെ കോറിയോഗ്രഫി ഹാപ്പനിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് there's music, organic music that ഈ കലയിൽ നിന്ന് വരുന്ന മ്യൂസിക്കിന്റെ ഡാൻസ് ചെയ്യുന്ന പോലെ തോന്നും, ഒരു കോറിയോഗ്രഫിയുടെ മുന്നിൽ നടക്കുന്ന പോലെ തന്നെ തോന്നും നമുക്ക്. ആൻഡ് ഓൾസോ നമുക്ക് നെയ്ക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഒരു ലൂമിന്റെ മുന്നിൽ ഒരാളിരുന്ന് നെയ്യുന്നത് മാത്രമാണ്. ഇതിന് മുമ്പ്, അതായത് നമ്മൾ ഈ എടുക്കുന്ന ഒരു ഹാൻഡ്ലൂം ക്ലോത്തിന്റെ നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് ഒരു യാർഡിൽ നിന്ന് അതിലെ പശ ചവിട്ടിക്കളഞ്ഞ് അത് ഒരു കെമിക്കലിൽ മുക്കി വെച്ച് അതൊരു ഡൈബെറ്റിൽ പോയി 2 പേര് അത് ഡൈ ചെയ്ത് അത് ഫയറിലൂടെ കടന്നുപോയി അതെടുത്ത് അത് പിരിഞ്ഞ് അതിൻ്റെ വാഷിങ്ങിന് ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. അത് വെറുതെ വാഷിംഗ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, അതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. അത് കഴിഞ്ഞ് അത് ഉണക്കി അത് ഹെയറായി റിയാക്ട് ചെയ്ത് അപ്പോൾ ഈ കയ്യിലെ കളർ മാറും, ഓക്സിഡൈസ് ചെയ്യുന്ന കളർ മാറി അത് കഴിഞ്ഞ് ഇത് വാർപ്പിലും വെഫ്റ്റിലൂടെയും കടന്നുപോയി ചർക്കയിലൂടെ കടന്നുപോയി ഇത് കഴിഞ്ഞിട്ടാണ് ഇത് ഫൈനലി ഒരു ബ്ലൂമിലേക്ക് എത്തുന്നത്. ഇതൊരു 10-20 ദിവസത്തെ പ്രോസസ്സാണ്. 10-20 ആളുകളിലൂടെ ഈ ആൾ കടന്നു പോയിട്ടാണ് ഫൈനലി ഒരു വീവറിന്റെ കയ്യിലേക്ക് ഇത് എത്തുന്നത്. ഈ ഓരോരോ പ്രോസസ്സിനും താളമുണ്ട്. ഓരോന്നിനും ഇവർ ചെയ്യുന്ന മൂവ്മെന്റ്സിന് ഒരു കൃത്യമായൊരു നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ അവരിൽ നിന്ന് ഇങ്ങനെ കടമെടുക്കുക, അവരിലേക്ക് നമ്മളൊരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയാ ആ ഒരു ഗ്രാമത എല്ലാവർക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ട്വീറ്റിംഗ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെ കൊണ്ടുവരുന്നത് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. So they inspired me just with the kind of craft and labor that they do. പക്ഷേ മേ ബി ഇത് ഞാൻ സാധാരണ സമയത്ത് കാണുന്ന പോലെ ആയിരുന്നില്ല. ഞങ്ങൾ ഇത് ഫ്ലഡ്സ് കഴിഞ്ഞ് ഇവരുടെ ലൈവ്ലിഹുഡ് എല്ലാം നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു പോയിന്റിലൂടെയാണ്. ആ കോണ്ടെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളിത് പെർഫോം ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ ഐ തിങ്ക് നെക്സ്റ്റ് ഞങ്ങൾ 19th സ്റ്റേജ് ആയിരിക്കും ഞങ്ങൾ കളരിഗ്രാം പോണ്ടിച്ചേരിയിൽ പെർഫോം ചെയ്യുന്നത്. പിന്നെ മുന്നാലേക്ക് പെർഫോം ചെയ്യുന്നത് 20th സ്റ്റേജ്.
പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് തൊട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഇറ്റ്ഫോക്കിൽ, അതായത് നമ്മുടെ കേരളത്തിലെ തിയേറ്റർ ഫെസ്റ്റിവൽ തന്നെ ഹാപ്പൻസ് തൃശ്ശൂർ, അവിടെ പെർഫോം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് വാസ് ഇൻക്രെഡിബിൾ. എനിക്ക് തോന്നുന്നു ആസ് എൻ ആർട്ടിസ്റ്റ് യുനോ നമ്മൾ കേരളത്തിൽ ജനിച്ചതിന് നമ്മൾ ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അത്. ബിക്കോസ് റീജിയണൽ തിയേറ്റർ, ഞാൻ ആദ്യമായി അരങ്ങേറിയ സ്റ്റേജ് കൂടിയാണ്, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. ആ സെയിം സ്റ്റേജിലാണ് ഞാൻ നെയ്ത്തായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫിലിം ആക്ടേഴ്സ് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ നെയ്ത്ത് പോയി പെർഫോം ചെയ്യുന്നത്. 2 ഷോവും ഹൗസ്ഫുൾ ആയിരുന്നു. ഹൗസ്ഫുൾ എന്ന് പറയുമ്പോൾ നമ്മൾ IFFK ഇപ്പോൾ പോകുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ സ്റ്റേഴ്സിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് സിനിമ കാണും, ബിക്കോസ് സീറ്റ് ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ ആളുകൾ വന്നിരുന്ന് കണ്ട് ഞങ്ങൾ നെയ്ത്തിന്റെ ഇത് തുടങ്ങുന്നത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്ന് നൂല് ഇങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ എന്റെ മനസ്സിലുള്ള ഒരു വിഷ്വൽ എന്ന് പറയുന്നത് യാണിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്ന വിഷ്വലാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇറ്റ്ഫോക്കിൽ ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞിട്ട് ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഒരു സ്പോക്ക് അബൌട്ട് വാട്ട് ഹി സോ. അപ്പോൾ മനുഷ്യരെ കൈ പിടിച്ച് ഉയർത്തുന്ന ഒരു മൊമെന്റിൽ നിന്നാണ് അവർ തുടങ്ങുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കിനി ഒന്നും വേണ്ട. ഐ വാസ് ദാറ്റ് ഹാപ്പി. സീരിയസ്ലി ഇത് റിമ പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം, ഈ നെയ്ത്ത് എന്നുള്ള പ്രൊഡക്ഷനെ കുറിച്ച് റിമ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഈ ഫാബ്രിക് എന്നുള്ളത്, തുണി, കൈത്തറിയുടെ കോണ്ടെക്സ്റ്റ് ആണെങ്കിലും നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ നിഴൽ പോലെ നമ്മുടെ കൂടെ മനുഷ്യൻ്റെ കൂടെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഓഫ് ബർത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു സ്റ്റോറിയാണ് നെയ്ത്തുകാരുടേത്. അത് അവരുടെ വേരുകളിലേക്ക് ചെന്ന് കണ്ടെത്തി ആ കഥ റിമ തൻ്റെ ആർട്ടിലൂടെ ലോകത്തിൽ മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ എൺപതിൻ്റെ കാര്യം മറ്റൊരു കാര്യം ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാനുണ്ടാവില്ല എന്ന് പറയട്ടെയുള്ള റിമയുടെ തുടർന്നുള്ള ജേർണിയും ഇതുപോലെയുള്ള പ്രൊഡക്ഷനുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിൻ്റെ റൂട്ടിലേക്ക് ഐ സീ ദാറ്റ് യു ആർ ട്യൂൺ. ഇത് റിമ പറഞ്ഞത് കേൾക്കുമ്പോൾ ഇതിലും പലർക്കും അത്തരത്തിലുള്ളൊരു കണ്ണീര് വന്നിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ കണ്ടതാണ് ഒരു സർവൈവലിൻ്റെ സ്റ്റോറി, കോവിഡിന് ശേഷം ഒരു റെസൈലൻസിൻ്റെ സ്റ്റോറി. ഇനി എന്താണ് റിമയുടെ അടുത്ത പ്രൊഡക്ഷൻ? We are actually 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് ആക്ച്വലി ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ലൈക്ക് യു നോ ആസ് എ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് I kind of had to find my way on my own, especially in contemporary space. എവിടെ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് വഴിയിലൂടെയാണ് നമ്മൾ ഒരു കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ്. ബിക്കോസ് ക്ലാസിക്കൽ ഡാൻസേഴ്സിന് പിന്നെയും പറയുന്ന പോലെ ഒരു പാത്ത് ഉണ്ടല്ലോ. കണ്ടംപററി ഡാൻസേഴ്സിന് ഒട്ടുമില്ല. അത് വേറെ ഏത് സ്റ്റൈൽ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈവൻ ഇഫ് യു വാണ്ട് ടു ബി എനി പോപ്പ് പെർഫോമർ, വേറെ ഒരു ക്ലാസിക്കൽ ഉള്ള സ്പേസിന് മാത്രമേ അത് ഇന്ന് നിലവിലുള്ളൂ. അപ്പോൾ സോ റൈറ്റ് നൗ വി ആർ ഇൻ ടോക്സ് വിത്ത് ദ ബ്രിട്ടീഷ് കൗൺസിൽ. വി ഹാവ് ഗോട്ട് ആൻ അക്രഡിറ്റേഷൻ ടു ഗിവ് സർട്ടിഫിക്കറ്റ്സ് ഫോർ എ പെർഫോമിംഗ് ആർട്സ് കോഴ്സ്. അപ്പോൾ ഒരു അക്കാഡമി എന്നുള്ള ഒരു സ്പേസിലാണ് ഞാൻ ഇന്ന് നെക്സ്റ്റ് ഒരു കാര്യം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. It will look at performing arts in today's contemporary world. അതായത് ഇപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതായത് ഇപ്പൊ പോസ്റ്റർ ഡിസൈൻ എന്താണെന്ന് നമ്മൾ അറിയണം, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ തന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് നമുക്കറിയണം. നമുക്കൊരു നമ്മളൊരു പ്രൊജക്ട് പിച്ച് ചെയ്യണം, നമ്മൾ എങ്ങനെ ഒരു പിച്ച് ഡെക്ക് ഉണ്ടാകും, ആർട്സ് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ അറിയണം. There are so many different things that we have to know if you have to be an artist to do. It is a tough job, people, but it is so rewarding. But I would want everybody coming after me to have a better path. എന്തെങ്കിലും ഒക്കെ ഒന്ന് വഴി വെട്ടി കൊടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഡെഫിനറ്റ്ലി നോക്കും. I definitely want to do that. Academy is one thing, and also productions. ഈ പറയുന്ന പോലെ ശരിക്കും നെയ്ത്ത് എന്നെ തന്നെ സബ്സ്ക്രൈബ് ഞങ്ങൾ അതൊരു ആ സമയത്ത് ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാണ്. ആസ് ആർട്ടിസ്റ്റ് വി വാണ്ടഡ് ടു ക്രിയേറ്റ്
create something in the midst of so much of chaos and loss and കോവിഡിന്റെ സമയത്തും ഫ്ലഡിന്റെ സമയത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പോയിന്റിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോയാൽ എല്ലാവരും കൂടിയിട്ട് ആ പോയിന്റിലാണ് ഞങ്ങൾ നെയ്ത്ത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇതിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഇന്ന് ഓൾമോസ്റ്റ് 5 ഡിഫറെന്റ് ഇന്റർനാഷണൽ സ്റ്റേജസ് ഞങ്ങൾ അപ്ലൈ പോലും ചെയ്യാത്ത ഫെസ്റ്റിവൽസിന് ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ട് ഞങ്ങൾ പോയി പെർഫോം ചെയ്തിട്ടുണ്ട്. It has been such a beautiful journey. As an artist, എനിക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒരിക്കലും കിട്ടാത്ത സന്തോഷം എനിക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ടും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇൻസ്മോക്കിലാണെങ്കിലും ബാഗ്ദാദില് ഞങ്ങൾ ബാഗ്ദാദിൽ പെർഫോം ചെയ്യുമ്പോൾ we got a standing ovation and they wouldn't stop clapping. ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ നിന്ന് കരഞ്ഞു. We didn't know what to do. അപ്പൊ ഇപ്പൊ ഞാനിത് പല ഇന്റർവ്യൂസ് നമ്മൾ ടെലിവിഷനിൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇത് കിട്ടില്ലല്ലോ. പീപ്പിൾ ട്രോൾ മീ ആൻഡ് പീപ്പിൾ സേ ദാറ്റ് ഇത്തിരി നെഗറ്റിവിറ്റി എങ്ങനെ എടുക്കണോ, എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന പോലുമില്ല. എനിക്ക് ഇതാണ് ഫീൽ ചെയ്യുന്നത്. ദിസ് ഇസ് റിയൽ ഫോർ മീ. സോ ഇത് എനിക്ക് തന്നിട്ടുള്ളത് ഡാൻസ് ആണ്. അപ്പോ നെയ്ത്ത് ചെയ്തപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ I kind of found my answer as to where I should അടുത്തത് എങ്ങോട്ടാണെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഞാനിപ്പോൾ അടുത്ത എൻ്റെ ഫ്രണ്ട് ദിയായിട്ട് ആള് ഡിസൈനറാണ്. സോ ഷീ വാസ് വർക്കിംഗ് വെരി ക്ലോസ്ലി വിത്ത് ചൗട്ട് നാടകം ട്രൂപ്സ് ഫോർ ഹർ കളക്ഷൻ. അപ്പൊ ഞാനിതുപോലെ ഒരുപാട് ചൗട്ട് നാടകം പിന്നെ KR സുനിലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി സീരീസ് ഉണ്ട് ചൗട്ട് നാടകം ആർട്ടിസ്റ്റുകളെ കുറിച്ച്. ബിക്കോസ് അവരെല്ലാവരും ഈ ചെല്ലാത്ത താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടില് എല്ലാ കൊല്ലവും വെള്ളം കയറും. അപ്പൊ ഈ വെള്ളം കയറിയ വീടിന്റെ നടുക്ക് ഇവർ മറ്റേ ചവിട്ട് നാടകത്തിന്റെ രാജാക്കന്മാരും രാജ്ഞിമാരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സീരീസ് ഉണ്ട് KR സുനിലിന്റെ. യു ഷുഡ് ഗോ സെർച്ച് ഫോർ ഇറ്റ്. ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഞാൻ ഇപ്രാവശ്യം ഈ ദിയർ പ്രൊജക്റ്റായിട്ട് ഞാൻ പല നാളുകളായിട്ട് സംസാരിച്ചപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ഇന്ന് ഇപ്പൊ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ചവിട്ട് നാടകം ഒരു ഐറ്റമായതുകൊണ്ട് യെസ് അവിടെ ഒരു ലൈവ്ലിഹുഡ് എന്നുള്ള രീതിയിൽ അത് നടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും പുതിയതായിട്ട് ഒരു എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. They all want to explore what they can do next. അപ്പോൾ ഞങ്ങൾ we have thought about this one story where there is a German king and we are in talks with Max Müller-Lövin to do a collaborative work with ചൗട്ട് നാടകം artists next. That is something that I definitely want to do. ഈ യാത്ര തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മയൂരി എന്ന മെന്ററിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്കൊക്കെ ഇപ്പോൾ തോന്നുന്നത് മാമാങ്കത്തിലൂടെ മയൂരി റിമയ്ക്ക് ചെയ്യുന്നത് ഒരുപാട് ഒരു പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ 10 ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്റെ കൂടെയുള്ള പിള്ളേരും അതല്ലോ. എനിക്കിനി ഞാൻ കൊറിയോഗ്രാഫി ചെയ്യണമെന്നേ ഇല്ല. എനിക്ക് ഐ റിയലി വോണ്ട് ടു സീ വാട്ട് ദേ കം അപ്പ് വിത്ത്. Because they're such talented. ഇപ്പോൾ there is Grishma ഇപ്പോൾ ബിനാലയിലെ ഗോസിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. Aloshi went to Pera School in Malta. He just came back from there. നമ്മുടെ സ്പോൺസർഷിപ്പ് സ്റ്റുഡന്റ് ആണ്. He's coming back and he's been working with a Canadian production recently. Everybody is performing on their own. അവർ സോളോ കരിയേഴ്സ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലെ കാര്യമുള്ളൂ. At the end of the day, it's so beautiful to see the film. I really hope. ഇപ്പൊ വിനീതോട് സംസാരിച്ചിട്ട് പോയല്ലോ, എനിക്ക് അത് തന്നെയാണ് ഡാൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. എനിക്ക് KLF-നോടും ചോദിക്കാനുള്ള അതാണ്. ഒരൊറ്റ ഡാൻസ് പ്രൊഡക്ഷൻ, ഒറ്റ ഡാൻസ് ഇത് ഇവിടെ എല്ലാം മ്യൂസിക് ആണ്, തിയേറ്റർ ഉണ്ടായിരുന്നു. ഐ എം വെരി വെരി ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷെ ഡാൻസിന് വളരെ ചുരുക്കം സ്റ്റേജുകളേ ഉള്ളൂ. അത് ആ ക്ലിക്സിലേക്ക് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കേസിൽ നമുക്ക് ഇന്ത്യൻ കണ്ടംപററി എവിടെ കൊണ്ടുവന്ന് വെക്കുന്ന ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ നിശാഗന്ധിയിലെ ഫെസ്റ്റിവൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഡാൻസ് ഫെസ്റ്റിവലാണ്. ഞങ്ങളത് അവിടെ പ്ലേ ചെയ്തപ്പോൾ ക്ലാസിക്കൽ ഡാൻസസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്റ്റേറ്റിന്റെ ക്ലാസിക്കൽ ഡാൻസസ് യെസ് ഓക്കെ. പക്ഷെ ഞാൻ നമ്മുടെ നാടിന്റെ നമ്മുടെ വ്യൂവേഴ്സിന്റെ കഥ പറയുന്ന ഇന്ത്യൻ കണ്ടംപററി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ചെയ്തിട്ടുള്ളത്. എനിക്കും വേണം നിശാഗന്ധിയിൽ, എനിക്ക് പെർഫോം ചെയ്യണം, ഞങ്ങൾക്ക് പെർഫോം ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ.
സിനിമ. കേരളത്തിൽ കണ്ടംപററി ഡാൻസിനെ കുറിച്ച് ഞങ്ങളിൽ പലരും റിമയിലൂടെയാണ് അറിയാൻ തുടങ്ങിയത്. അതിനുള്ള അവയർനെസ് ഇല്ല. നമ്മൾ ട്രഡീഷണൽ ഡാൻസിനും അതിനെതിരല്ല, അതിന് കണ്ട് ആസ്വദിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇത് വേണം. അപ്പോൾ അതിന് വേണ്ട പെർഫോമൻസ് തിയേറ്ററുകൾ നിങ്ങൾക്കുണ്ടോ, സ്പേസുകളുണ്ടോ, സിറ്റികൾ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റം അതിൽ നടക്കുന്നുണ്ടോ? എനിക്ക് ഞാൻ വളരെ വളരെ പ്രിവിലേജ്ഡാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എനിക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് എൻ്റെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് കൂടെ ചേർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പല സ്റ്റേജസും കിട്ടുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ആ പ്രിവിലേജ് ഐ എം യൂസിങ് ദാറ്റ് പ്രിവിലേജ് ടു ടു ആസ്ക് ലൈക്ക് ഇത്രയും കണ്ടംപററി ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് നമ്മൾ. ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള എല്ലാ പുതിയ ആശയങ്ങളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സ്റ്റേജാണ് നമ്മൾ. അപ്പോൾ കണ്ടംപററി ഇന്ത്യൻ കണ്ടംപററി അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻസ് ആണെങ്കിലും എക്സ്പ്ലോറേഷൻസ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എവിടെയുണ്ട്. ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് സ്റ്റേറ്റിൻ്റെയും കൂടെ involved in cultural idea. I have had strict times when I have asked performing and practice ചെയ്യാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ ചോദിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് കൃത്യമായി പറയും ക്ലാസിക്കൽ ഡാൻസ് ആണെങ്കിൽ മാത്രമേ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കേരളത്തിൽ വളരെ അത് that is not Kerala for me. എൻ്റെ കേരളം അങ്ങനെയല്ല. അത് മാറേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിൽ ഞാൻ എടുക്കുന്നുള്ളത്. അപ്പോൾ ഇത്ര നേരം ഈ സംഭാഷണം എനിക്ക് ഇത് ഓഡിയൻസിലേക്ക് തരാനുള്ള സമയമാവാറായിരിക്കും. ഇത്ര നേരം ഞാൻ ഡാൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ തൃശ്ശൂരിലെ തിയേറ്ററിൽ എന്താണ് ഒരു സിനിമ ക്രൂവിനിവിടെ കാര്യം എന്നുള്ള രീതിയിൽ ആളുകൾ ചിന്തിച്ചു വന്നു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് നൃത്തത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോഴും നൃത്തം ഒരു സമരയായി എടുക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവരുടെ മറ്റൊരു മേഖലയാണ് അഭിനയം എന്ന് മാത്രം. ഒരുപക്ഷെ അവർ ഈക്വലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു മേഖല. ബട്ട് ഷീ ഈസ് എ ട്രൂ ആർട്ടിസ്റ്റ് ഇൻ ഓൾ സെൻസ്. അപ്പോൾ ഇനി നമുക്ക് സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ സിനിമ പ്രൊഡ്യൂസറായി പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീകൾ അടുത്ത കാലങ്ങളിലാണ് പ്രൊഡക്ഷനിലേക്ക് സിനിമയിൽ വന്നു തുടങ്ങിയത്. എനിക്കറിയാം ഒരു വ്യക്തി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു വനിത തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മറ്റെല്ലാ മേഖലകളിലും വർക്ക് പൂർത്തിയായ ശേഷം വനിതയായി ഒരു പ്രൊഡ്യൂസറെ കിട്ടാത്തത് കൊണ്ട് മാത്രം മുടങ്ങി നിൽക്കുന്ന ഒരു സിനിമയെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അതിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പക്ഷെ മുന്നോട്ടുള്ള വഴികളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഒരു അഭിനേത്രി എന്ന നിലയിൽ, പ്രൊഡ്യൂസർ എന്ന നിലയിൽ റിമയുടെ യാത്ര എവിടെ എത്തി നിൽക്കുന്നു? ഫ്യൂച്ചർ എന്താണ് കാണുന്നത്? അവിടെയും അവിടെ ഞാൻ വളരെ പ്രിവിലേജ്ഡ് ആയിരുന്നല്ലോ. ലൈക്ക് ഇറ്റ് ഇസ് ആഷിഖ്സ് പ്രൊഡക്ഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇറ്റ്സ് നോട്ട് മൈൻ അലോൺ. അപ്പോൾ ഇപ്പോഴും പക്ഷേ ഇപ്പൊ ഞാൻ ഐ റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് വിത്ത് 2 of my friends. എനിക്ക് ഈ പ്രിവിലേജസ് എല്ലാം വെച്ച് തന്നെ ഞാൻ ഒരു പ്രൊഡ്യൂസറെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണ്. അതായത് ഇപ്പോൾ 4 സിനിമ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ആണിന് കിട്ടുന്ന പരിഗണന പോലും എനിക്ക് ഈ പ്രിവിലേജ് എല്ലാം വെച്ചുകൊണ്ട് എനിക്ക് ഇന്ന് കിട്ടില്ല. ആ സ്പേസിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്ന അനുഭവം. അതായത് നമ്മൾ WCCയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ സേഫ്റ്റിനെ കുറിച്ച് സംസാരിച്ച് നിൽക്കുന്ന, നമ്മൾ ഇത്രയും വർഷം സംസാരിച്ച് ഓൾമോസ്റ്റ് 9 വർഷം സംസാരിച്ച് ഇവിടെ KLF ഇനോഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തും നമ്മുടെ കേരള സ്റ്റേറ്റ് നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിന്റെ ഉള്ളിൽ വെച്ച് ഒരു പാനലിൽ ഉണ്ടായിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റ് കേസിൽ നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോഴും അതിനെക്കുറിച്ച് കൃത്യമായി ഗവൺമെന്റ് ഇടപെടാതെ നിൽക്കുന്ന പോയിന്റിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇഫ് യു ആസ്ക് മീ, ഇപ്പൊ മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഉത്തരവൊന്നുമില്ലെങ്കിലും എനിക്ക് ഇന്ന് മെനി യങ്സ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് ചേച്ചി എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്, എവിടെ കംപ്ലൈന്റ് ചെയ്യണം എന്ന് വിളിച്ച് ചോദിക്കാൻ എൻ്റെ നമ്പറുണ്ട്. എനിക്ക് ആ നമ്പർ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു മെയിൽ ID ഉണ്ട്. ഇന്ന് ഒരു ഫിലിം സ്പേസിന്റെ ഉള്ളിൽ നിന്ന്, ബിക്കോസ് നമ്മൾ ആദ്യം സർവൈവൽ ആണല്ലോ, എന്നിട്ടല്ലേ പിന്നെ നമുക്ക് പ്രൊഡക്ഷനും കാശും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല. ഇക്വാലിറ്റിയും പാരിറ്റിയും ഒക്കെ പറയാനൊക്കെ ഒരുപാട് സമയം കിട്ടുന്നു. ഇതൊന്നും കഴിയണ്ടേ? അപ്പൊ ഇതിൽ തന്നെ നിൽക്കുവാണ് നമ്മുടെ 8-9 വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. നോ റിഗ്രറ്റ്സ്, അതും പറയണല്ലോ എൻ്റെ നോ റിഗ്രറ്റ്സ്. പക്ഷെ കൊടുക്കുകയാണ്.
കൊടുത്തോണ്ട് തന്നെ ഇരിക്കും. ഇതില് അതും ഞാൻ കേസിന്റെ വിധി വന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും പറയാണ്, മോർ സ്ട്രോങ്ങർ ദാൻ എവർ. അവൾക്കൊപ്പം അതിലൊന്നും കൺഫ്യൂഷൻ. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് I don't want to survive here anymore. I want to thrive as an artist. I want to thrive as an artist. എൻ്റെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെ പോലെ എനിക്ക് കൊതിയാവും. എൻ്റെ കൂടെ എൻ്റെ മെയിൻ ആക്ടേഴ്സിന് കിട്ടുന്ന റോൾസ് കണ്ട് എനിക്ക് കൊതിയാവും. ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, എന്ത് രസമാണ്. അതേപോലെ തന്നെ ആസ് ഡയറക്ടേഴ്സ്, ആസ് റൈറ്റേഴ്സ്, ദ ഫ്രീഡം ദേ ഹാവ് ടു എക്സ്പ്രസ് ദെംസെൽവ്സ് ആസ് ആർട്ടിസ്റ്റ്. എനിക്ക് വേണം അത്. എൻ്റെ കൂടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വേണം അത്. നമുക്ക് ചോദിക്കാൻ. But the fight is still going on. It gets irritating after going on. I'm done fighting. I want to create now. ഇത്രയും കഴിവുള്ള ആർട്ടിസ്റ്റുകൾ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് റിഗ്രറ്റ് ഇല്ല, നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവില്ല. പക്ഷെ ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ ഒരു ഫൈറ്റിൽ മുൻനിരയിൽ നിന്നുകൊള്ളുന്നുള്ളത് മാത്രം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്കും കൂടി ഒരു നഷ്ടമാണ്. സത്യം പറയാമല്ലോ, ഓഡിയൻസ് has always been with us. എനിക്ക് ഒരു സംശയമില്ല അനുപമ. ഇൻഡസ്ട്രിയുടെ ഉള്ളിലാണ് ഞങ്ങളെ മാറ്റി നിർത്തുന്നത്. ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന പേടിയുള്ളവരാണ് ഞങ്ങളെ മാറ്റി നിർത്തുന്നത്. ഓഡിയൻസ് എന്നും ഇപ്പോഴും എപ്പോഴും കാണുമ്പോൾ the warmth you have given us, thank you. I want to take this stage to thank you for the warmth, for the support. It has kept us going in ways you don't know. Thank you. ഞങ്ങൾക്ക് കൂടിയാണ് ആ നഷ്ടം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങൾ നടത്തിയ ആ ഫൈറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പുതിയതായ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് വിളിച്ചു പറയാനും ഉച്ചത്തിൽ വിളിച്ച് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പുറത്തു വന്ന് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പറയാനും അതിനല്പമെങ്കിലും ഭയക്കുന്ന അവരുടെ ഇത്തരത്തിൽ സെറ്റിനകത്തും പുറത്തുമൊക്കെയായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർ ആ ഒരു നിരക്കെങ്കിലും എത്തിയതിന് നിങ്ങൾ പോലുള്ള കുറച്ചു പേർ കാരണമാണ്. നിങ്ങളടക്കമുള്ള WCC അംഗങ്ങൾ അതിനുകൂടി കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടിയാണ്, ഒരു ചരിത്രത്തോടൊപ്പം നടക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ഇരിക്കുന്ന അഭിമാനമാണ് എനിക്കുള്ളത്. നമുക്ക് ഓഡിയൻസിലേക്ക് ഉദാഹരണം വരുമ്പോൾ നൃത്തത്തെക്കുറിച്ച്, അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ച്, അവരുടെ സിനിമയെക്കുറിച്ചൊക്കെ നിങ്ങൾ പങ്കെടുത്ത് ചോദിക്കാം. അതിനു മുമ്പ് ഒറ്റ കാര്യം, നമുക്ക് എങ്ങനെ അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ താളത്തിനൊത്ത് സഞ്ചരിക്കാൻ റെഡിയായിരിക്കുന്നവരാണ്. രമയുടെ ചെറിയ പെർഫോമൻസിന്റെ ഒരു അംശം നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കും. തീർച്ചയായും നമുക്കപ്പോൾ ഓഡിയൻസിന്റെ ക്വസ്റ്റ്യനിലേക്ക് കാണാം. Hello, baby sir.